കേരളത്തിലും താമര വിരിഞ്ഞു. സുരേഷ് ഗോപി അല്ലാതെ കേരളത്തിൽ താമര വിരിയിക്കാൻ ഇതിലും നല്ല ആളില്ല. എല്ലാ പരിഹാസങ്ങളുടെയും മുറിപ്പെടുത്തലുകളുടെയും നടുവിൽ നിന്നുകൊണ്ട് അദ്ദേഹം പൊരുതി ചരിത്രം രചിച്ചു. തൃശൂരിൽ ഗംഭീര വിജയം കാഴ്ചവെച്ച NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കും മൂന്നാം തവണ വീണ്ടും അധികാരത്തിലേറുന്ന NDAയും അഭിനന്ദിച്ചുകൊണ്ട് ഗായകൻ അനൂപ് ശങ്കറിന്റെ കുറിപ്പ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം എനിക്ക് 3 കാര്യങ്ങൾ പങ്കിടാനുണ്ട്. ഒന്ന്, ദേശീയ തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഫലത്തെ പറ്റിയാണ്. ജനങ്ങൾ അവരുടെ വിശ്വാസം വീണ്ടും BJPയെ ഏൽപ്പിച്ചു. BJPയും അവരുടെ സഖ്യകക്ഷികളും തുടർച്ചയായി മൂന്നാം തവണയും അധികാരത്തിലെത്തുന്നു. ഇങ്ങനെ ഒരു പ്രതിഭാസം 6 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് സംഭവിക്കുന്നത്. ഈ സർക്കാർ വർഷങ്ങളായി എത്രത്തോളം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ പ്രതിഫലനമാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം. നരേന്ദ്രമോദിജി തങ്ങൾ ഭാരതത്തിലെ ഏറ്റവും വലിയ പ്രധാനമന്ത്രിമാരിൽ ഒരാളായി നിലകൊള്ളുന്നു. BJP നേരിട്ട പ്രതിസന്ധി എന്തെന്നാൽ അവരുടെ ലക്ഷ്യം മറികടക്കാൻ കഴിഞ്ഞില്ല എന്നതാണ്. ഇത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആത്മപരിശോധനയ്ക്കും ആ പാർട്ടിയുടെ വളർച്ചയ്ക്കും സമയം അനുവദിക്കുന്നു. ജനങ്ങളാണ് ആത്യന്തിക വിധികർത്താക്കൾ. ഓരോ വിധിയും നമുക്ക് മെച്ചപ്പെടുത്താനും നിലനിൽക്കാനും വേണ്ടിയാണ്. ഇത്തവണ പ്രതിപക്ഷ സഖ്യത്തിന് ഒരു മെച്ചപ്പെട്ട സംഖ്യ കണ്ടതിൽ സന്തോഷമുണ്ട്. പക്ഷേ BJPയെ നേരിടാൻ നിങ്ങൾ ഒരുപാട് ദൂരം ഇനിയും സഞ്ചരിക്കാനുണ്ട്. പരീക്ഷയിൽ തോറ്റിട്ടും നിങ്ങൾ നടത്തുന്ന ആഘോഷം ഒരു വിരോധാഭാസമാണ്. വിനീതമായി ഇന്ത്യ സഖ്യത്തെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്: നിങ്ങളുടെ എല്ലാ സീറ്റുകളും കൂട്ടിയാൽ പോലും ഭാരതീയ ജനതാ പാർട്ടി ഒറ്റയ്ക്ക് നേടിയ സീറ്റുകളേക്കാൾ കുറവാണ്. അതും ലോകത്തിലെ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത്. രണ്ടാമത്തെ കാര്യം, കേരളത്തിലും താമര വിരിഞ്ഞു. സുരേഷ് ഗോപി അല്ലാതെ കേരളത്തിൽ താമര വിരിയിക്കാൻ ഇതിലും നല്ല ആളില്ല. എല്ലാ പരിഹാസങ്ങൾക്കും മുറിപ്പെടുത്തലുകളുടെയും നടുവിൽ നിന്നുകൊണ്ട് അദ്ദേഹം പൊരുതി ചരിത്രം രചിച്ചു. എല്ലാ അർത്ഥത്തിലും ഹീറോ. തൃശൂരിന് അവരുടെ തീരുമാനത്തിൽ അഭിമാനിക്കാം. മനുഷ്യസ്നേഹിയായ സുരേഷ് ഏട്ടൻ തൃശൂരിനും കേരളത്തിനും വേണ്ടി തീർച്ചയായും അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. അദ്ദേഹം ചെയ്ത പോലെ പാർലമെന്റ് അംഗങ്ങളിൽ അധികമാരും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സുരേഷ് ഏട്ടന് അഭിനന്ദനങ്ങൾ. മൂന്നാമത്, ഈ തിരഞ്ഞെടുപ്പിൽ നായകൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി ഒറ്റയ്ക്ക് പോരാടിയ കുപ്പസ്വാമി അണ്ണാമലയെന്ന്. നിങ്ങളുടെ പാതയിൽ ഉറച്ചു വിശ്വസിക്കുന്നു സാർ. നിങ്ങളൊരു വിപ്ലവത്തിന് തുടക്കമിട്ട് കഴിഞ്ഞിരിക്കുന്നു. തമിഴ്നാട് അത് ഏറ്റെടുക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങളെല്ലാവർക്കും പ്രചോദനമാണ്. ഞാൻ കണ്ട ഏറ്റവും വലിയ രാജ്യസ്നേഹികളിൽ ഒരാൾ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ഉത്സവം മഹത്തായ വിജയമാക്കിയ എല്ലാ പാർട്ടി പ്രവർത്തകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. വന്ദേ മാതരം എന്നാണ് അനൂപ് ശങ്കർ തൻ്റെ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.